നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്ത്. കോതമംഗലം സ്വദേശിനി സോന എൽദോസിന്റെ ആത്മഹത്യയിലാണ് യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം എത്തിയത്. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചു എന്നുമാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ശനിയാഴ്ചയാണ് ജീവനൊടുക്കിയത്. വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ വെളിപ്പെടുത്തി. മതം മാറ്റത്തിന് സമ്മതിച്ച തന്നോട് ക്രൂരത തുടർന്നുവെന്ന് പെൺകുട്ടിയുടെ കുറിപ്പിൽ വ്യക്തമാണ്. കോളേജ് കാലത്താണ് ഇരുവരും പ്രണയത്തിലായത്. പിന്നീട് വിവാഹം ആലോചിച്ച് റമീസിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ വന്നു. കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു. മതം മാറാമെന്ന് സോന അവരോട് പറയുകയും ചെയ്തു. ഈ സമയം അച്ഛൻ മരിച്ച് 40 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞുവെന്ന് സോനയുടെ സഹോദരൻ വെളിപ്പെടുത്തി. ഇതിനിടെ റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. എന്നിട്ടും അവൾ ക്ഷമിച്ചു. ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യുമെന്ന് അവൾ റമീസിനോട് പറഞ്ഞു. കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ വീട്ടിൽ പോയി. അവിടെ നിന്ന് റമീസ് സോനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സോനയെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, മാനസികമായും പീഡിപ്പിച്ചു. മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകുവാൻ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദിച്ചത്. എന്നാൽ ഇപ്പോൾ മതം മാറാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു. നീ മരിക്കുന്ന റമീസ് അവളോട് പറഞ്ഞു. മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതി വെച്ചാണ് അവൾ ജീവനൊടുക്കിയത്. ഇതായിരുന്നു സോനയുടെ സഹോദരന്റെ വെളിപ്പെടുത്തലും. കോളേജ് കാലത്തെ അടുപ്പമാണ് സോനി റമീസും തമ്മിലുള്ള ഒരു പ്രണയ ദുരന്തത്തിലേക്ക് കലാശിച്ചത്. ഈ പ്രണയം പിന്നീട് ഈ ഒരു മരണത്തിലേക്ക് എത്തിച്ചു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് മാധ്യമങ്ങളുടെ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഈ റമീസ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് TTC വിദ്യാർത്ഥിനിയായ സോന എൽദോസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോനയും റമീസും തമ്മിലെ അടുപ്പം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നാണ് വിവരം. റമീസിന്റെ പറവൂരിലെ വീട്ടിൽ കൊണ്ടുപോയി സോനയെ ഉപദ്രവിച്ചുവെന്നും വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസും പിതാവും നിർബന്ധിച്ചും എന്നുമാണ് ഈ കുറിപ്പിലുള്ളത്. സോനയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സോനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം എന്നീ വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുകയാണ്. കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന വ്യാജനെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു. റമീസിന്റെ തെറ്റുകൾ ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മേൽപ്പറഞ്ഞ വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ കുറിപ്പ്. സമാനമായ സംഭവം കൊല്ലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനികളെ പ്രണയം നടിച്ചു മതം മാറ്റുവാൻ ശ്രമിച്ചു എന്നാണ് പരാതി. പെൺകുട്ടികൾക്ക് മാനസിക പീഡനവും ഭീഷണിയും ഉണ്ടായതായി റൂറൽ SP-ക്കും പൂയപ്പള്ളി പോലീസിലും രക്ഷിതാക്കൾ പരാതി നൽകി. ഓയൂർ റോഡുവിള സ്വദേശിയായ യുവാവിനെതിരെയാണ് ഈ പരാതി. ഇൻസ്റ്റാഗ്രാം വഴി അടുപ്പത്തിലായ 17-കാരിയാണ് ആദ്യം പരാതി നൽകിയത്. ഈ വിഷയം പുറത്തറിഞ്ഞതോടെ കൂടുതൽ പരാതിക്കാരെത്തി. മലപ്പുറത്ത് 15 ദിവസത്തെ ക്ലാസ് ഉണ്ടെന്നും അവിടെ പോകണമെന്നുമായിരുന്നു ഈ യുവാവ് പറഞ്ഞത്. തുടർന്ന് പലതവണ നിർബന്ധിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നു. മതം മാറ്റുവാനുള്ള ശ്രമമെന്ന ആരോപണം ശക്തമായതോടെ റൂറൽ പോലീസ് വിഷയം ഗൗരവത്തിൽ അന്വേഷിച്ചു വരികയാണ്. BDJS വിഷയത്തിൽ ആദ്യം തന്നെ ഇടപെട്ട് പെൺകുട്ടികൾക്ക് നിയമസഹായങ്ങൾ നൽകി. BJP നേതാക്കളടക്കം പരാതിക്കാരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.